ഹലോ ഹായ് താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്, ഒരുപാട് കാത്തിരുന്നൊരു നിമിഷമാണ്. എന്താണ് എനിക്ക് പറയുന്നത്? നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ്. എൻ്റെ തൊണ്ട അടിച്ചു പോയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അശ്വിൻ പറഞ്ഞു താങ്ക് യു പറഞ്ഞേക്കണം. നമ്മുടെ താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ആക്ച്വലി സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും താങ്ക് യു. സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല, അതാണ് നമുക്കൊന്നും ഒരു വേർഡ്സ് എനിക്ക് വരുന്നില്ല. ഒന്ന് കൂൾ ഡൗൺ ആയാലേ സത്യം നമുക്ക് ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ടക്ക് നമ്മുടെ 2 വർഷം കൂടെ പഠിച്ചതാണോ? അല്ലല്ല, കൂടെ പഠിച്ചതല്ല, പക്ഷെ എന്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു, പണ്ടേ അറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറ്റിയത്? പണ്ട് മുതൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം. എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് വളരെ ഒരു പ്രൈവറ്റായിട്ട് നടത്തണമെന്നായിരുന്നു. എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ ബ്ലെസ് ചെയ്തിട്ട് പോകണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ്. മാത്രമല്ല വരുന്നവരെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നമ്മൾ സ്വീകരിക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ എവിടെയാണെങ്കിലും കല്യാണത്തിൻ്റെ എവിടെയാണെങ്കിലും അപ്പോൾ ചെറിയ തോതിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് നമുക്ക് പഠിപ്പിച്ചത് എന്താണ്, ചെറിയ തോതിലും നടത്താൻ പറ്റും. അനാവശ്യ ദൂരത്ത് ഒഴിവാക്കാം. അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് ഇവിടെ തന്നെ ഉണ്ടോ അതോ പുറത്തോട്ട് പുറത്തു പോകുന്ന പരിപാടി ഉണ്ടോ? ഇല്ല നമ്മൾ ഇവിടെ തന്നെയാണ്. അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സസ്പെൻസ്. അതെ നമ്മളെല്ലാവരുടെയും അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയാം. വളരെ സന്തോഷമുണ്ട് നിങ്ങൾ താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. താങ്ക് യു. എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ, അത്രയും പേര് പോലെ, അത്രയും പേരുടെ തിരക്ക് തന്നെ ഇവിടെ ഒരുപാടായി. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിലെല്ലാം നല്ല ബന്ധങ്ങളാണ്. എല്ലാവരും നമ്മുടെ സൗകര്യങ്ങൾ തുല്യമാണ്. പക്ഷേ ഇപ്പോൾ വിളിച്ചാൽ നമ്മൾ എല്ലാവരെയും വിളിക്കണം, അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ, ഞാനും എൻ്റെ ഭാര്യയൊക്കെ ട്രിവാൻഡ്രത്തുകാരാണ്, എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡ്രമാണ്, അശ്വിൻ്റെ വീട്ടുകാരും. അപ്പോൾ വളരെയധികം വിളിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കും, കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി 2 കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുത്തിട്ട്, 1 നന്ദി, 2 കുറച്ച് നേരം കാത്തു നിർത്തി അതിന് ക്ഷമയും ചോദിക്കുന്നു. അശ്വിൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ എത്തിയായിരുന്നു? അവരെല്ലാവരും എത്തി, എല്ലാവരും എത്തി. നമുക്ക് 35 പേര് ആക്ച്വലി ഉണ്ടായിരുന്നില്ലേ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിട്ട് പോയല്ല, വളരെ ചെറിയ പരിപാടിയായിരുന്നു. അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമുള്ളൊരു പരിപാടിയായിരുന്നു. എല്ലാം നല്ല വളരെ മനോഹരമായി പോയി. എങ്ങനെയാണ് ശരിക്കും ഇതൊരു ലളിതമായിട്ട് നിങ്ങളെങ്ങനെ ഇത് നടത്തണമെന്ന് തീരുമാനിച്ച്? അത് നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരെന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ആ കുറച്ച് പേരെ വിളിച്ച് ഭംഗിയായിട്ട് ചെറിയ രീതിയിൽ പരിപാടിയെല്ലാം നടത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസപ്ഷൻ കാര്യം ഇല്ല അങ്ങനെയൊന്നുമില്ല. 3 പരിപാടികളുണ്ടായിരുന്നു: ഹൽദി, സംഗീത്, കല്യാണം. അത്ര തന്നെ. അങ്ങനെയൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട പോലെ ഒരുങ്ങി. പിന്നെ ദിയയ്ക്കൊക്കെ നമ്മളും അവളെ പോലെ നന്നായി ഒരുങ്ങിയിരിക്കണം എന്നും നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പം അങ്ങനെ അത്ര തന്നെ. ആദ്യം പലപ്പോഴും അല്ലേ നമുക്ക് ആദ്യമെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇത്രയും ഒരുങ്ങി പോകാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ്. എങ്ങനെയാണ് കോസ്റ്റ്യൂമൊക്കെ സെലക്ട്? ആരാണ് ഇതൊക്കെ സെലക്ട് ചെയ്തത്? നമ്മളൊക്കെ തന്നെ. സാധാരണ സാരിയല്ലേ, ഇത്ര വലിയ സംഭവം അല്ലല്ലോ. നമ്മളൊക്കെ തന്നെ നമ്മുടെ ഇടയ്ക്ക് ഷൂട്ട്സ് എല്ലാം ചെയ്യുന്നതല്ലേ. അങ്ങനെ ഒരു ഇതുപോലെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ. അപ്പം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. ഇല്ല റിസപ്ഷനേ ഇല്ല, തീർന്നു. സദ്യ കഴിച്ച് പായസം കഴിച്ച് എല്ലാം മുടക്കി പരിപാടി തീർന്നു. ഓക്കെ. ഇല്ല, അവള് മാറിയിരിക്കുന്ന അപ്പാർട്ട്മെന്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് അപ്പുറത്താണ്. അപ്പം മിസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് നോക്കാം. എന്തോ എല്ലാം നല്ലപോലെ നടന്നു. വിഷിംഗ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഉണ്ട് വീട്ടിലിനി വിഷമമുണ്ടോ? നമ്മളൊക്കെ ഒരുമിച്ചാണല്ലോ കിടക്കുന്നത്. ഞാനും ഓസിയും കഴിച്ചാനൊക്കെ ഒരേ ബെഡിലാണ് കിടക്കുന്നത്. അപ്പം അത് മിസ് ചെയ്യും ഞാൻ. അതെല്ലാവരുടെയും പോയി, എല്ലാവരും പോയി. താങ്ക് യു.